إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأن محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بكت عليهم السماء والأرض وما كانوا منظرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവായ
അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു യഥാർത്ഥ മുത്തഖികളായി ജീവിതം വിശുദ്ധമാക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവാധിരാജൻ നമുക്കേവർക്കും അതിനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാം നിശ്ചയരാണ്. ഒരുപാട് പ്രതീക്ഷകളും അഭിലാഷങ്ങളും കാത്തു സൂക്ഷിക്കുന്നവരാണ്. നമുക്ക് ചുറ്റുമുള്ളവർ, നമ്മുടെ അയൽപക്കം, നമ്മുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, ഇവരെല്ലാം ഏത് നിമിഷവും നമുക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്നാൽ ഇവരെ കൊണ്ടൊന്നും യാതൊരുവിധ പ്രയോജനവും ലഭിക്കാത്തൊരു ദിനം നമുക്ക് മുമ്പിലുണ്ടെന്ന് പറഞ്ഞാൽ അവരിലുള്ള അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു പക്ഷേ നമുക്ക് അനഭിലഷണീയമായി തോന്നിയേക്കാം. പണ്ടൊരു ശിഷ്യൻ തൻ്റെ ഗുരുവിനോട് തനിക്ക് സമൂഹത്തിലുള്ള സ്ഥാനങ്ങളെക്കുറിച്ച്, തൻ്റെ കുടുംബത്തിലുള്ള സ്നേഹത്തെക്കുറിച്ച്, അവർ തന്നോട് കാണിക്കുന്ന വാത്സല്യത്തെക്കുറിച്ച് പങ്കുവെക്കുകയുണ്ടായി. എനിക്ക് വേണ്ടി എന്തിനും സന്നദ്ധരായി നിൽക്കുന്ന എൻ്റെ സന്താനങ്ങൾ, എൻ്റെ അഭാവത്തിൽ എന്നെ ഓർത്ത് കരയുന്ന എൻ്റെ ഭാര്യ, എൻ്റെ സാന്നിധ്യം എപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ മാതാപിതാക്കൾ, അവരെനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറാണ്. ഗുരു പറഞ്ഞു, നിന്റെ ആ ധാരണ മിഥ്യയാണ്. നമ്മെ പോലെ തന്നെ ആ ശിഷ്യന് ഗുരുവിന്റെ പ്രതികരണം അത്ര ദഹിച്ചില്ല. അദ്ദേഹത്തിന്റെ മുഖത്ത് ആ വിമിഷ്ടം പ്രകടമായി. ഗുരുവിന്റെ മനസ്സിലായി തന്റെ ശിഷ്യന് തന്നോട് യോജിക്കാൻ സാധിക്കുന്നില്ല എന്ന്. എന്നാൽ അതൊരു അനുഭവത്തിലൂടെ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഗുരു പറഞ്ഞു, ഇന്ന് നീ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ നേരെ പുലർന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നത് വരെ നീ എഴുന്നേൽക്കരുത്. മരിച്ചു കിടക്കുന്നത് പോലെ അവിടെ കിടക്കാൻ നിനക്ക് കഴിയണം. നിന്റെ വിയോഗമോർത്തവർ വിലപിക്കുമ്പോൾ അവരോടുള്ള സഹതാപം കൊണ്ട് നീ എഴുന്നേൽക്കരുത്. ശിഷ്യൻ അനുസരിച്ചു. നേരം പുലർന്ന് ഭാര്യ വന്ന് തൻ്റെ പ്രിയതമനെ തട്ടി ഉണർത്തിയപ്പോൾ അനങ്ങുന്നില്ല. തൻ്റെ ഇണ എന്നേക്കുമായി തന്നോട് വിട പറഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ഭാര്യ വാവിട്ട് കരയാൻ തുടങ്ങി. നിലവിളി കേട്ട് ഓടിയെത്തിയ മക്കളും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും അവരുടെ എല്ലാം വിലാപം ഓർത്ത് ഓടി വന്ന കുടുംബക്കാരും അയൽവാസികളും എല്ലാം അവരുടെ വിലാപത്തിൽ പങ്കുചേർന്നു. ആ സദസ്സിലേക്കാണ് നേരത്തെ പറഞ്ഞ ശിഷ്യൻ ഗുരു കയറി വരുന്നത്. അദ്ദേഹം ചോദിച്ചു, എന്ത് സംഭവിച്ചു? അവർ പറഞ്ഞു, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവൻ, ഞങ്ങളുടെ വേണ്ടപ്പെട്ട പിതാവ്, ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ മകൻ, എൻ്റെ പ്രിയതമ, അങ്ങനെ ഓരോരുത്തരായി അദ്ദേഹത്തോടുള്ള വാത്സല്യം അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. എന്നേക്കുമായി വിട പറഞ്ഞിരിക്കുന്നു എന്ന് ഗുരു പറഞ്ഞു, നിങ്ങൾ ഭയക്കേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ജീവൻ തിരിച്ചു നൽകാൻ എനിക്ക് കഴിയും. അവർക്ക് സന്തോഷമായി. എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. പക്ഷേ ഒരു നിബന്ധനയുണ്ടായിരുന്നു. എൻ്റെ ശിഷ്യൻ കിടക്കുന്ന ഈ സ്ഥലത്ത് അദ്ദേഹത്തിന് പകരമായി
മരിക്കാൻ തയ്യാറായി ഒരാൾ കിടക്കണം. എങ്കിൽ അവൻ്റെ ആത്മാവെടുത്ത് ഞാൻ ഇവൻ്റെ കൊടുക്കാൻ എനിക്ക് കഴിയും. ആ നിമിഷം അവിടെ നിശബ്ദതയായി എന്നാണ്. പിന്നെ ആർക്കും ഒരു വിലാപവുമില്ല, ആർക്കും ഒരു സങ്കടവുമില്ല. ആ ഗുരുവിന് ശിഷ്യനെ ബോധ്യപ്പെട്ടു, തന്നോടുള്ള ഇവരുടെ സ്നേഹം അതിന് ചില പരിമിതികളുണ്ട്, അതിന് ചില പരിധികളുണ്ട്. യൗമ യഖൂമു സ്സാഖ ഫഇദാ ജാഅത് സ്സാഖ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി വഫസീലതിഹി അല്ലതി തുഅ്വീഹി ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅ്നുൻ യുഗ്നീഹി. വിശുദ്ധ ഖുർആൻ ഒരു യാഥാർത്ഥ്യമാണ് സൂറത്തുൽ അബസയിൽ നമ്മോട് പങ്കുവെക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹമുണ്ടല്ലോ, നിങ്ങൾക്ക് മറ്റോടുള്ള സ്നേഹമാകട്ടെ, മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള സ്നേഹമാകട്ടെ. എല്ലാം ആ അട്ടഹാസത്തിന്റെ നിലവിളിയുടെ ദിനം വരെ മാത്രമാണ് ഉണ്ടാവുക. അതിന് ശേഷം നിങ്ങൾ പരസ്പരം കാണും. മക്കൾ മാതാപിതാക്കളെ കാണും, ഇണകൾ പരസ്പരം കണ്ടുമുട്ടും, മാതാപിതാക്കൾ മക്കളെ കാണും. എല്ലാ അർത്ഥത്തിലും എനിക്ക് സംരക്ഷകനാണ് എന്ന് കരുതിയിരുന്ന നമ്മുടെ നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തകരുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി നമ്മൾ ഓടിച്ചെല്ലുന്ന മസ്ലഹത്ത് കമ്മിറ്റികളുണ്ട്. പക്ഷെ എല്ലാം തനിക്ക് താൻ മാത്രം എന്ന അവസ്ഥയിലേക്ക് ഒതുങ്ങും. അത് എത്ര വലിയ പണ്ഡിതനായാലും പുരോഹിതനായാലും അണികളുടെ ആവേശം കെട്ട് മതത്തിന്റെ സകല സീമകളിൽ ലംഘിച്ചുകൊണ്ട് ആർക്കു വിളിക്കുന്ന പുരോഹിതന്മാരാകട്ടെ, പണ്ഡിതന്മാരാകട്ടെ, അണികളാകട്ടെ, എല്ലാവർക്കും അല്ലാഹുവിന്റെ വാചനങ്ങൾക്ക് മുമ്പിൽ അവന്റെ ആത്മാവിന്റെ ആത്മീയമായ ചൈതന്യങ്ങൾക്ക് ചെവി കൊടുക്കുവാനുള്ള ഉൾവിളി വരുമ്പോ, അതിനെക്കുറിച്ചുള്ള ഉത്ബോധനങ്ങൾ വരുമ്പോ, അയ്യുൽ ഫരീഖൈനി ഖൈറുൻ മഖാമൻ വഅഹ്സനു നദിയ, അവർ മറ്റുള്ളവരോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ആർക്കാണ് ഏറ്റവും നല്ല സ്ഥാനമാനങ്ങളുള്ളത്? നിങ്ങളെക്കാൾ വഅഹ്സനു നദിയ, സൈനിക ശക്തികൾ, അണികളുടെ പിൻബലം, അതുപോലെ തന്നെ മറ്റു ഭൗതിക സാമഗ്രികൾ, അതെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അല്ലാഹു പറയാം, നിങ്ങളെക്കാൾ ഭൗതികമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്ന എത്രയെത്ര ജനത നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളെക്കാൾ എല്ലാവിധ സംവിധാനങ്ങളും, ജനങ്ങളെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ, കൊട്ടാരങ്ങൾ, സൗധങ്ങൾ, വാഹനങ്ങൾ, അണികളുടെ പിൻബലം, ഇതെല്ലാം ഉണ്ടായിരുന്ന ഒരു ജനത ഫറോവയെ പോലെ, ഖാറൂനിനെ പോലെ, ഹാമാനെ പോലെ ഇവിടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരാൾ വഴികേടിലേക്ക് പോയാൽ ഒരു പക്ഷേ അല്ലാഹു ഭൗതികമായ സംവിധാനങ്ങൾ നൽകി അവനെ ഉയർത്തും. അങ്ങനെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി എന്റെ അന്ത്യമിത അടുത്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ എനിക്ക് വേണ്ടി ആർപ്പ് വിളിക്കാൻ, എനിക്ക് വേണ്ടി ഇൻകിലാബ് വിളിക്കാൻ, എനിക്ക് വേണ്ടി സ്ഥാനത്തും അസ്ഥാനത്തും കബീർ മുഴക്കാൻ ഉണ്ടായിരുന്ന ആളുകൾ എത്ര മോശക്കാരായിരുന്നു. എന്റെ സൈനിക സന്നാഹം എത്ര ദുർബലമായിരുന്നു എന്ന് മനുഷ്യന് ബോധ്യപ്പെടുന്ന ഒരു ദിവസം നമുക്കെല്ലാവർക്കും വരാനുണ്ട്. ആ ഒരു യാഥാർത്ഥ്യമാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ദുഖാനിൽ ഞാൻ ആമുഖമായി ഓതി വെച്ച വചനത്തിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. കം തറകൂ മിൻ ജന്നാതിൻ വഅയൂൻ, എത്രയെത്ര തോട്ടങ്ങൾ, എത്രയെത്ര അരുവികൾ, എല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടി വന്നു ആ നാട്ടുകാർക്ക്. ദേശികൾ സൂറത്തു സബയിൽ മആരിബ് അണക്കെട്ട് സ്ഥാപിച്ച് ജന്നതാനി യമീൻ വശിമാൻ, വലിയ തോട്ടങ്ങൾ സ്ഥാപിച്ച്
തഫ്സീറുകളിൽ കാണാം, തലയിലൊരു കൊട്ട വെച്ച് ആ തോട്ടത്തിലൂടെ നടന്നാൽ തോട്ടത്തിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് കൊട്ട നിറയെ വിഭവങ്ങളും പഴങ്ങളും ഫലങ്ങളും അവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. അതിങ്ങനെ സദാസമയം ഉതിർന്ന് വീഴുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള എന്തെല്ലാം സൗകര്യങ്ങൾ ഈ ലോകത്ത് വിട്ടേച്ചു പോയ ഒരു ജനത മുമ്പുണ്ടായിട്ടുണ്ട്. മാന്യമായ സ്ഥാനങ്ങൾ അലങ്കരിച്ച ആളുകൾ ഇവിടെ എത്രയോ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം എനിക്ക് അല്ലാഹു നൽകുന്ന പരീക്ഷണമാണ്. ഇത് അല്ലാഹുവിന്റെ താൽക്കാലികമായ ഔദാര്യമാണ് എന്ന ബോധമില്ലാതെ അതിൽ മതിൽ മറന്നുല്ലസിച്ച ആളുകൾക്കെല്ലാം വിലപിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനോടെല്ലാം വിട പറയേണ്ടി വന്നിട്ടുണ്ട്. ഞാനാണ് ഈ രാഷ്ട്രത്തിന്റെ അധിപൻ. എന്റെ അധീനതയിലാണ് ഈ നൈൽ നദി ഒഴുകുന്നത്. ഉന്നതനായ ദൈവം ഞാനാണ് എന്ന് അഹങ്കരിച്ചിരുന്ന ഫിറഔൻ അതേ വെള്ളത്തിൽ തന്നെ അല്ലാഹു മുക്കി നശിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ മെമ്പറിൽ കഴിഞ്ഞ ആഴ്ച മറ്റൊരു ഖത്തീബായിരുന്നു, ഒരുപക്ഷെ അടുത്ത ആഴ്ച മറ്റൊരു ഖത്തീബായിരിക്കും. ഞാൻ ഇന്ന് അലങ്കരിക്കുന്ന സ്ഥാനങ്ങൾ, പിതാവെന്ന സ്ഥാനമാകട്ടെ, ഭർത്താവെന്ന സ്ഥാനമാകട്ടെ, ഇതെല്ലാം എനിക്ക് പകരം മറ്റൊരാൾ വഹിക്കും. നമ്മൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാരവാഹിത്വം നമുക്ക് ശേഷം മറ്റൊരാൾ ഏറ്റെടുക്കും. ആരും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാത്ത ഒരു ദിനം നമുക്ക് മുമ്പിൽ വരും. അങ്ങനെ നിങ്ങൾ ഇന്ന് ഉപയോഗിച്ചിരുന്നതെല്ലാം മറ്റൊരു ജനതയെ അല്ലാഹു അനന്തരമായി കൊടുക്കും. അത് അവരുടെ അവകാശമാണ്. എന്റെ ദിനം അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യത്റുബ്നി ആദം മാലി മാലി. ആദം സന്തതികൾ പറയും, ഇതെന്റെ സമ്പത്താണ്, ഇതെന്റെ സമ്പത്താണ്. റസൂലുള്ളാഹി പറയാണ്, എന്തൊരു പോഷ്കാണ് നീ പറയുന്നത്. നിന്റെ മുൻഗാമികളും അത് തന്നെയല്ല പറഞ്ഞിരുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ നിന്റെ സമ്പത്ത്? നീ ഭക്ഷിച്ചത് അത് നിന്റെ ശരീരത്തിൽ പിടിച്ചിട്ടുണ്ട്, അതിന്റെ ആരോഗ്യം നിനക്ക് കിട്ടിയിട്ടുണ്ട്. നീ ധരിച്ച വസ്ത്രം അത് നിന്റെ ന്യൂനതകൾ മറച്ചിട്ടുണ്ട്. എന്നാൽ നിന്റെ സമ്പത്തായി നിനക്ക് കൊണ്ടുപോകാനുള്ളത് നീ ഈ ഭൂലോകത്ത് നിർവഹിച്ച നന്മകൾ മാത്രമാണ്. നിന്റെ മുൻഗാമികളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്, ഇതെന്റെ സ്ഥലമാണ്. ഇന്ന് അവരുടെ മക്കൾ പറയുന്നു, ഇതെന്റെ സ്ഥലമാണ്. ഖബറിൽ വെച്ച് മീസാൻ കല്ലിന്റെ മുമ്പ് മൂടുകല്ല് വെക്കുമ്പോൾ ആ കല്ലിനിടയിലുള്ള വിടവുകൾ തീർക്കാൻ ഇലകൾ കൊണ്ടോ കടലാസ് കൊണ്ടോ ദ്വാരമടക്കും. എന്തുകൊണ്ടാണത്? ഒരു തരി മണ്ണ് പോലും എക്സ്ട്രാ അതിലേക്ക് വീഴാൻ പാടില്ല. നീ സമ്പാദിച്ച മണ്ണാകട്ടെ, നീ സമ്പാദിച്ച പൊന്നാകട്ടെ, ഒരെണ്ണം പോലും നിന്റെ കൂട്ടിലുണ്ടാവുകയില്ല. നിനക്ക് ശേഷം അതെല്ലാം മറ്റുള്ളവർ അനന്തരമായി എടുക്കും. നിന്റെ വിലാപമോർത്ത് ഒരാളും നിനക്ക് വേണ്ടി കരയില്ല. ആ കരയുന്നത് തന്നെ താൽക്കാലികമായിരിക്കും. എന്നാൽ ആകാശമാകട്ടെ ഭൂമിയാകട്ടെ നിങ്ങളുടെ വിയോഗമോർത്ത് വിലപിക്കുകയില്ല. ആരും നിങ്ങൾക്ക് വേണ്ടി പകരം നിൽക്കുകയില്ല. നിങ്ങളുടെ അവധി തൽക്കാലത്തേക്കെങ്കിലും നീട്ടിത്തരികയുമില്ല എന്നുള്ളതാണ്. ഈ ആയത്തോതിയപ്പോൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആകാശഭൂമികൾ അവർക്ക് വേണ്ടി വിലപിക്കുകയില്ല എന്ന് പറയുമ്പോൾ, അവർക്ക് വേണ്ടി കരയില്ല എന്ന് പറയുമ്പോൾ, ആകാശഭൂമികൾ കരയുന്ന ചിലരുണ്ടല്ലോ, അവരാരാണ്? അദ്ദേഹം പറയുന്നത്, ഓരോ മനുഷ്യനും അവന്റെ നന്മകൾ ഉയർന്നു പോകുന്ന ഒരു കവാടം വാനലോകത്തുണ്ട്. അവന്റെ ഉപജീവനം ഇറങ്ങി വരുന്ന കവാടം അതേ കവാടത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവന്റെ വിയോഗത്തിന് ശേഷം ആ കവാടങ്ങൾ അടക്കപ്പെടുമ്പോൾ ആകാശം ആ നന്മകൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് വിലപിക്കുമെന്നാണ്. ഭൂമിയിൽ നമ്മൾ സുജൂദ് ചെയ്തിരുന്ന സ്ഥലങ്ങൾ, നമ്മൾ നന്മകൾ ചെയ്തിരുന്ന സ്ഥലങ്ങൾ നമ്മുടെ വിയോഗമോർത്ത് കരയുമെന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളുടെ ഭൂമിയിൽ നിങ്ങൾ ചെയ്തിരുന്ന കർമ്മങ്ങൾ ചെയ്തിരുന്ന സ്ഥലങ്ങൾ നിങ്ങളുടെ സാക്ഷികളാണ്. അല്ലാഹു അതിന്റെ ബോധനം കൊടുക്കും, അതിന്റെ വാർത്തകൾ വിളിച്ചു പറയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഒരു സ്ഥലത്ത് വെച്ച് നന്മയാണ് ചെയ്തതെങ്കിൽ അവിടെ വെച്ച് ആ ഭൂമി വിളിച്ചു പറയും, ഇന്ന 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 സ്ഥലത്ത് വെച്ചാണ്, ഇവിടെ വെച്ചാണ് ഇന്ന അടിമ ഇന്ന നന്മ ചെയ്തത് എന്ന്. അത് തിന്മയായാലും അതേ ഭൂമി അവിടെ വെച്ച് വിലപിക്കുമെന്നാണ്. അതുകൊണ്ട് നന്മകൾ ബാക്കിയാക്കി അള്ളാഹുവിലേക്ക് യാത്ര തിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ മാത്രമാണ് നമ്മുടെ കർമ്മങ്ങളിലെ നമ്മുടെ നന്മകളാകട്ടെ, നമ്മുടെ നല്ല വാക്കുകളാകട്ടെ, അത് അള്ളാഹുവിലേക്ക് ഉയർന്നു പോകും. ആ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന ചില ആളുകളുണ്ട്. അവരാണ് ഭൂമിയിൽ വെച്ച് തിന്മകൾ ചെയ്യുന്ന ആളുകൾ. ആ തിന്മകളും അവരിലേക്ക് ഉയരും. പക്ഷേ തിന്മകൾ സ്വീകരിക്കാനുള്ള കവാടം മാനലോകത്തില്ലാത്തത് കൊണ്ട് തന്നെ അത് അവരിലേക്ക് തന്നെ തിരിച്ചു തരും. മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളുടെ ആത്മാഭിമാനത്തെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അവന്റെ ധനം അന്യായമായി അപഹരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാം പ്രത്യാഘാതങ്ങൾ അവനിലേക്ക് തന്നെ തിരിച്ചു വരും. അങ്ങനെ ആകാശവും ഭൂമിയും അവനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമെന്നാണ്. അവന്റെ ആത്മാവ് സംശുദ്ധമാണെങ്കിൽ അത് വാനലോകത്തുകൂടി എല്ലിയിലേക്ക് കടന്നു പോകും. അവന്റെ ആത്മാവ് മോശമാണെങ്കിൽ അത് സിജ്ജിയിലേക്ക് വരും, വാനലോകത്തേക്ക് കയറും. പക്ഷേ മലക്കുകൾ, കാരുണ്യത്തിന്റെ മലക്കുകൾ അവന് വേണ്ടി ആ വാതിൽ തുറന്നു കൊടുക്കുകയില്ല. അവസാനം 7 ഭൂമിക്കടിയിലുള്ള സിജ്ജീൻ എന്ന നരകത്തിന്റെ അവസ്ഥയിലേക്ക് ആ ആത്മാവ് തിരിച്ചുപോയി അന്ത്യനാൾ വരെ വിലപിക്കുകയും അന്ത്യനാളിന് ശേഷം അവന്റെ ജീവിതം നരകത്തിലേക്ക് തള്ളിയിടപ്പെടുകയും ചെയ്യുന്ന ദാരുണമായ അവസ്ഥക്ക് നമ്മൾ സാക്ഷികളാകാതിരിക്കാൻ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതം വിശുദ്ധമാക്കുക എന്നതാണ് അതിനുള്ള പരിപാലനം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി സർവശക്തനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്. നമ്മുടെ മുന്നിൽ ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ, ഒരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ, അതിനു വേണ്ടി ദിവസങ്ങൾക്കും മാസങ്ങൾക്കും മുമ്പേ നമ്മൾ പരിശീലനം തുടങ്ങും. ഒരു കായിക മത്സരത്തിന് തയ്യാറെടുക്കുന്നവരാണ് നമ്മളെങ്കിൽ അതിനു വേണ്ടി എല്ലാവിധ ട്രെയിനിങ്ങും നേടിയെടുക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തും. നമ്മുടെ വീട്ടിൽ വിവാഹമുണ്ടെങ്കിൽ, ഒരു അതിഥി വരുന്നുണ്ടെങ്കിൽ അതിനെ സൽക്കരിക്കാൻ വേണ്ടി നമ്മൾ ദിവസങ്ങൾക്ക് മുമ്പേ പണിയെടുക്കും. ഒരു മാസത്തിന് ശേഷം, ഏകദേശം ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് മുമ്പിലേക്ക് ഒരു അതിഥി കടന്നു വരികയാണ്. ആ അതിഥി വരുന്ന അന്ന് രാവിലെ മുതൽ നവൈത്തു സൗമുഖത്തിൻ എന്ന് പറഞ്ഞ് തലേ ദിവസം അത്താഴത്തിന് നിയ്യത്ത് വെച്ച് നാളെ മുതൽ നോമ്പാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു ശൈലി ഒരു വിശ്വാസിക്കില്ല എന്നാണ്. മഹാനായ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം ശഅബാൻ മാസം പിറന്നാൽ അദ്ദേഹത്തിൻ്റെ മുഖം വിവർണമാകുമെന്നാണ്. എല്ലാവിധ ജോലികളും മാറ്റിവെച്ചിട്ട് അദ്ദേഹം ശഅബാനിൽ ആരാധന നിരതനാകും. അദ്ദേഹത്തോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അൽ മുഅ്മിനു ഇഹ്സാനും വശാറ. ഒരു വിശ്വാസി എപ്പോഴും നന്മകൾ ചെയ്യാൻ തയ്യാറെടുക്കുന്നവനാണ്. ആ നന്മകളിൽ ഞാൻ പരാജയപ്പെടുമോ, ആ ബോധയിൽ ഞാൻ പരാജയപ്പെടുമോ എന്ന വിഷയത്തിൽ അവൻ ഖശിയത്തിലാണ്, ഭയത്തിലാണ്. വൽ മുനാഫിഖു ഇസാഅത്തിൻ വ അമാൻ. എന്നാൽ ഈമാനില്ലാത്ത കാപ്പട്യമുള്ള ആളുകളാകട്ടെ, അവൻ ഏതവസരം കിട്ടിയാലും അതിൻ്റെ മുന്നോടിയായി തിന്മകൾ ചെയ്ത്, എന്നാൽ ആ നന്മക്കുള്ള അവസരത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് കർമ്മമാണെങ്കിലും എന്നിലെന്താഹു സ്വീകരിക്കും, ഞാനൊക്കെ നല്ലവനാണ് എന്ന മിഥ്യാധാരണ വെച്ച് പുലർത്തുന്നവനാണ് എന്നാണ്. ഈ ഒരു അവസ്ഥ വിശ്വാസികളായി നമുക്കുണ്ടാക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, റമദാൻ കഴിഞ്ഞാൽ മറ്റു മാസങ്ങളിലില്ലാത്ത അത്രയും നന്മകളും നോമ്പുകളും നിർവഹിക്കുന്നത് താങ്കൾ ശഅബാനിലാണല്ലോ, എന്തായിരുന്നു അതിൻ്റെ കാരണമെന്ന്. അദ്ദേഹം പറഞ്ഞ മറുപടി,
ബൈന റജബിൻ വ റമദാൻ. റജബ് എന്നത് പവിത്രമായ മാസമാണ്. വിശുദ്ധ ഖുർആൻ എണ്ണി പറഞ്ഞ 4 മുഹറമായ മാസങ്ങളിൽപ്പെട്ട ഒന്നാണ്. സ്വാഭാവികമായും ജനങ്ങൾ അതിന്റെ പവിത്രത സംരക്ഷിക്കും. റമദാൻ എന്നത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ലൈലത്തുൽ ഖദ്റിന്റെ മാസമാണ്. നമ്മളുടെ ജീവിതത്തിന്റെ ഖദറുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ വ്രതമായും നോമ്പായും അതേപോലെ ഖുർആൻ പാരായണമായും ധർമ്മമായും ഒക്കെ ആ മാസത്തിൽ ജനങ്ങൾ സജീവമാക്കും. പക്ഷെ അതിനിടയിൽ ഇങ്ങനൊരു മാസമുണ്ട്, ശഅബാൻ. ഈ ശഅബാനിനെ കുറിച്ച് ജനങ്ങൾ അശ്രദ്ധയിലായി പോകും. അതുകൊണ്ട് റമദാനിൽ നമ്മൾ തൗബ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനുള്ള പരിശീലനം ശഅബാനിൽ നിന്ന് തുടങ്ങണം. റമദാനിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനുള്ള പരിശീലനം നമ്മൾ ശഅബാനിൽ തന്നെ തുടങ്ങണം. റമദാനിൽ നമ്മൾ ധർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ട്രെയിനിങ് ഈ മാസത്തിൽ തന്നെ നിർവഹിക്കണം. പരമാവധി നോമ്പനുഷ്ഠിച്ചും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തും മഹാനായ ഹബീബിന് അബീ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ മാസം എന്നത് ഷഹ്റുൽ ഖുർആൻ ആണ്. ഷഹ്റുൽ ഖുർആനാണ് റമദാൻ എന്നാൽ. കാരണം റമദാനിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. റമദാനിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ റമദാനിൽ സജീവമാക്കി നിലനിർത്തണമെങ്കിൽ ഷഹ്റുൽ ഖുർആനായി ആലിഹീങ്ങളുടെ മാസമായി ഖുർആൻ പാരായണം ചെയ്യാനുള്ള പരിശീലനത്തിന്റെ മാസമായി ശഅബാൻ മാസത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ്. മാത്രമല്ല അല്ലാഹു അലാ ഖൽഖിഹി ലൈലത നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിലേക്ക് ഇറങ്ങി വന്ന് അവരെ കാരുണ്യം ചെയ്യും, അവരുടെ കർമ്മങ്ങളുടെ കണക്കെടുക്കുമെന്നാണ്. ആ സമയത്ത് 2 ആളുകൾ അവരുടെ കർമ്മങ്ങൾ അല്ലാഹു മാറ്റിവെക്കും. ഇല്ലാതെ മുശ്രിക്കിൻ ഔ മുശാഹിൻ, ഒന്ന് അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ, ശിർക്കില്ലാതെ തൗഹീദിൽ അധിഷ്ഠിതമായി ഇഖ്ലാസോടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കും. രണ്ടാമത്തത് മുശാഹിനാണ്. മുശാഹിൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള വൈരാഗ്യവും വിദ്വേഷവും മനസ്സിൽ വെച്ച് ജീവിക്കുന്ന ആളുകൾ. ഇങ്ങനെ മനസ്സ് മലിനമാക്കി റമദാനിനെ സ്വീകരിക്കാൻ എന്നാൽ ഒരിക്കലും അവരുടെ റമദാനിലെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കാത്ത അവസ്ഥ വരുമെന്നുള്ളത് കൊണ്ടാണ് ഈ മാസത്തിന് മറ്റു മാസങ്ങളിൽ അനുഷ്ഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നോമ്പനുഷ്ഠിക്കാൻ പ്രവാചകൻ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് തിങ്കളാഴ്ചയുണ്ട്, വ്യാഴാഴ്ചയുണ്ട്, അയ്യാമുൽ ബീദിന്റെ ദിനങ്ങളുണ്ട്, ഇതുപോലുള്ള മറ്റു ദിവസങ്ങളുമുണ്ട്. എന്നാൽ ശഅബാൻ 15 മാത്രമായി ഒരു നോമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല എന്നതും നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇങ്ങനെ നന്മകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ആ നന്മകളിൽ മുന്നേറുവാനും തിന്മകളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും അകന്നു നിൽക്കുവാനും വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു അനുയായി എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കാൻ വേണ്ടി നമുക്ക് നൽകുന്ന അസുലഭമായ അവസരങ്ങളാണിത്. ഇന്നലെ റബ്ബിക്കും ഫീ അയ്യാമി ദഹരിക്കും ലനഫഹാത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാലചക്രം ഇങ്ങനെ കറങ്ങുന്നതിനനുസരിച്ച് അവന്റെ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ചില ഇളം തെന്നലുകൾ നിങ്ങളെ തലോടാൻ വേണ്ടി നിങ്ങളെ സമീപിക്കുമ്പോൾ അലാ ഫതഅറദു ലഹാ, നിങ്ങൾ അതിന് വിധേയമായി കൊണ്ടിരിക്കണം. ആ കുളിർക്കാറ്റ് എനിക്ക് വേണ്ടതില്ല എന്ന് മാറി നിന്നാൽ സ്വാഭാവികമായും അതിൻ്റെ കുളിര് നഷ്ടപ്പെടുന്നത് നമുക്ക് തന്നെയായിരിക്കും എന്ന ബോധത്തോടു കൂടി തുടർന്നുള്ള ഓരോ ദിനരാത്രങ്ങളും സജീവമാക്കാൻ സർവശക്തൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പടച്ചറപ്പ് നമുക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടമായി തുറക്കപ്പെടുന്ന ഓരോ നിമിഷങ്ങളും ദിവസങ്ങളും മാസങ്ങളും എല്ലാം അതിന് ഹയാത്താക്കുവാനും അതിൻ്റെ മഹത്വവും പവിത്രതയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും സർവശക്തി നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിദായത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും പ്രാർത്ഥന കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, കടം കൊണ്ട് വലിഞ്ഞ ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും സർവശക്തൻ നീക്കി കൊടുക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകളോട് അവരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ പ്രവാചകന്മാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹുകൾ അവരോടൊപ്പം സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കുവാനുള്ള സൗഭാഗ്യം റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك ومن طاعتك ما تبلغنا به جنتك
ومن اليقين ما تهون علينا مصائب الدنيا. اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا واجعله الوارث منا واجعل ثأرنا على من ظلمنا فانصرنا على من عادانا ولا تجعل مصيبتنا أكبر همنا ولا تجعل الدنيا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم والحمد لله رب العالمين.